ജനങ്ങളെ കബളിപ്പിക്കുന്ന പരിപാടികൾ ഇനി പറ്റത്തില്ല. ആര് പറഞ്ഞാലും ചെയ്യാനുള്ള മനസ്സ് ചെയ്യുന്ന ആളിനേ ഉള്ളൂ. അഭിപ്രായം ആർക്കും പറയാം. എന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരാൻ ആഗ്രഹിക്കുന്ന ആരെയും സഹായിക്കുന്ന ഒരു സ്വഭാവമാണ്. നശിക്കാൻ പോകുന്നവരെ തടയാനും ശ്രമിക്കാറുണ്ട്, വളരുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ആംബുലൻസ് എത്ര രൂപ വാങ്ങിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? ആംബുലൻസ് 1 കിലോമീറ്റർ ഓടുന്ന എത്ര രൂപയാണെന്ന് ആർക്കെങ്കിലും കണക്കുണ്ട്? അതെനിക്കൊരു പാഠമായതുകൊണ്ട് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആംബുലൻസ് ഉടമകൾ എന്നോട് സംസാരിച്ചു. അവരെന്നോട് ഒരു കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. 1 മാസത്തിനുള്ളിൽ കേരളത്തിലെ മുഴുവൻ ആംബുലൻസുകളുടെയും ടാരിഫ് നിശ്ചയിച്ച് പബ്ലിഷ് ചെയ്യും. ജനങ്ങൾ അറിയണം. ആരെങ്കിലും ഒരാൾക്ക് അസുഖം വന്നതിന് മരണം സംഭവിച്ചു മെഡിക്കൽ കോളേജിൽ നിങ്ങൾ കയ്യിരിക്കുന്ന മഴ പോലും പണയം വെച്ച് കൊണ്ടുകൊണ്ടൊരു സ്ഥിതിയാണ്. അത് മാറുകയാണ്. പ്രത്യേകിച്ച് ഈ അസുഖം എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം. ആ അത്യാവശ്യം വണ്ടി വിളിക്കുമ്പോൾ ചോദിക്കുന്ന വില ആ പരിപാടി അവസാനിച്ചു. എല്ലാ ആംബുലൻസിലും GPS സംവിധാനം ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ വക പരിപാടിയൊക്കെ ആംബുലൻസിൽ അവസാനിപ്പിക്കുക. മനുഷ്യന് സമയത്തിന് വിലയുണ്ട്. അവിടെ പോയി കാത്തുകൂത്തി കിടക്കാനും തള്ളാനും ഇടിക്കാനും പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു റൗണ്ട് ക്യാൻസർ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ ഈ ക്യാൻസർ രോഗത്തെ തുടക്കത്തിലെ കണ്ടെത്തിയാൽ ചികിത്സിക്കാൻ കഴിയും. സഹോദരി സഹോദരന്മാരെ, ഒട്ടം ലാബ് ആൻഡ് സ്കാൻസിന്റെ 34ാമത്തെ ശാഖയാണ്. 34ാമത്തെ ശാഖയാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ആദ്യത്തെ ശാഖ പത്തനാപുരത്തും തുടങ്ങി. മിക്കവാറും കൂടുതൽ ശാഖകൾ പത്തനാപുരം നിയോജകമണ്ഡലത്തിന്റെ ഉള്ളിലാണെങ്കിലും ഇന്ന് ഒട്ടം ലാബ് കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ശാഖകൾ തുടങ്ങുകയാണ്. എന്റെ നാട്ടുകാരനും എന്റെ പ്രിയ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന സഹോദര തുല്യനായ ശ്രീ രാജീവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. ഏതാണ്ട് 100-150ഓളം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനം. ഓരോ ലാബിലും 2-3 സഹോദരിമാർക്ക് ജോലി കിട്ടും. പ്രത്യേകിച്ച് ഈ ലാബുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയ കുട്ടികൾക്ക് ജോലി സാധ്യതയ്ക്കുള്ള അവസരം ഇവിടെ തന്നെ ലഭ്യമാക്കുന്ന ഒരു സംരംഭം കൂടിയാണ് രാജീവ്. രാജീവ് പറഞ്ഞ വാക്കുണ്ട്, ഒട്ടം കുടുംബം എന്നാണ്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. നിങ്ങളിപ്പോൾ അത്ഭുതമാണ്. മന്ത്രി വരുമ്പോൾ മുത്തുക്കുടയൊക്കെ പിടിച്ചു നിൽക്കുന്ന അവരെല്ലാം ഈ ഫാമിലി അംഗങ്ങളാണ്. ഞാൻ രാജീവിനെ പുറത്തുനിന്ന് ഒരാളെ പോലും വിളിക്കേണ്ടതില്ല. ഒരു കുടുംബം പോലെയാണ് ഇവരെല്ലാവരും ഇടപെടുന്നത്. ഈ എല്ലാ ടെക്നീഷ്യൻസും മാനേജർമാരും എല്ലാ ശാഖകളിലും വളരെ സ്നേഹത്തോടെ ജനങ്ങളോട് ഇടപെടാറുണ്ട്. ഞങ്ങളുടെ അവിടുത്തെ ഒരു അനുഭവം എന്ന് പറയുന്നതാണ്. അതിലുപരി രാജീവിന്റെ മനസ്സിൽ, രാജീവ് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് പല ആശയങ്ങളും, പക്ഷെ അതൊന്നും വരെ രാജീവിന്റെ മനസ്സുണ്ട്. ആര് പറഞ്ഞാലും ചെയ്യാനുള്ള മനസ്സ് ചെയ്യുന്ന ആളിനേ ഉള്ളൂ. രാജീവാണ് ചെയ്യുന്ന ആൾ, ഞാനല്ല. അഭിപ്രായം ആർക്കും പറയാം. എന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരാൻ ആഗ്രഹിക്കുന്ന ആരെയും സഹായിക്കുന്ന ഒരു സ്വഭാവമാണ്. നശിക്കാൻ പോകുന്നവരെ തടയാനും ശ്രമിക്കാറുണ്ട്, വളരുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട്. രാജീവ് എന്റെ ഒരു അനിയനെ പോലെയാണ്. എന്നെ കണ്ടാവുന്ന കാര്യത്തോട്ട് പോലും ആ ഒരു സ്നേഹം, അത്രത്തോളം ഒരു സ്നേഹം എന്നോടുണ്ട്, ഒരു ആത്മബന്ധം എന്നോടുണ്ട്. പക്ഷെ രാജീവിന്റെയും കുടുംബത്തിന്റെയും ഈ ഒരു ഒപ്പം കുടുംബത്തിന്റെ ഓരോ പടിപടിയായുള്ള കയറ്റത്തിലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതാണ് ഞാനാണ്. ഞാൻ പത്തനാപുരം വിട്ട് പുറത്തേക്ക് ഇപ്പോൾ ഒരു പരിപാടിയും MLA ആയിരിക്കുമ്പോൾ അങ്ങനെ പോവാറില്ല. മന്ത്രിയായ ശേഷം അങ്ങനെ പോകുന്നെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പോകാറുള്ളൂ. അല്ലാതെ അങ്ങനെ പോകാറില്ല. രാഷ്ട്രീയപരമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പാർട്ടിയുടെ പരിപാടി അല്ലെങ്കിൽ LDFന്റെ പരിപാടി അങ്ങനെയുള്ള വളരെ അപൂർവമായിട്ട് പത്തനാപുരത്തുകാർ വന്ന് ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ രാജീവ് ഞാൻ തന്നെ ഉദ്ഘാടനം. കഴിഞ്ഞ ശാഖ ഞാൻ ഈ 1 മാസം മന്ത്രിയാവുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ അവിടെ 2 ശാഖകൾ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ രാജീവിന്റെ എല്ലാ ശാഖകളും തുടങ്ങുമ്പോൾ എന്റെ ഒരു ഡേറ്റ് ചോദിക്കും. ആ ഡേറ്റിനനുസരിച്ചാണ് ഉദ്ഘാടനം. അതിന്റെ ജ്യോതിഷന്റെ സമയം നോക്കിയിട്ടല്ല, ജ്യോതിഷനോടല്ല സമയം നോക്കുന്നത്. എന്നോട് എപ്പോഴാണ് സമയം നോക്കി അങ്ങ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ അത്തരം ഒരു അന്ധവിശ്വാസമൊന്നും ഇല്ലാതെ ഒരു സ്നേഹവിശ്വാസം എന്നോടുള്ള, ഞാൻ ചെയ്താൽ നന്നായിരിക്കുമെന്നുള്ള സ്നേഹത്തോടെയുള്ള എന്റെ സഹോദരന്റെ ആ ഒരു ആഗ്രഹം, അതാണ് ഞാൻ ഇവിടെ വരാൻ കാരണം. ഞാൻ അങ്ങനെ പുറത്തു പോകത്തില്ല. പക്ഷെ രാജീവ് പറഞ്ഞപ്പോൾ ഞാൻ ശരി വരാം. രാജീവ് പറഞ്ഞത് കൊണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പത്തനാപുരത്തുള്ള ഒരാൾ അടിയൊരു ഷോപ്പ് തുടങ്ങി, അതും കൂടി ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നു. അപ്പൊ അത് ആ ഒരു സ്നേഹമാണ്. എനിക്ക് മൊത്തത്തിലുള്ള എല്ലാവരോടും സ്നേഹമാണ്. കാരണം വളരെ ചിരിച്ച മുഖമുള്ള സ്റ്റാഫുകളാണ്. അവർ വളരെ സ്നേഹത്തോടെ നമ്മളെ സമീപിക്കും. നമ്മളതൊരു ഈ പറഞ്ഞ ലാബിൽ നിന്ന് തന്നെ ആംബുലൻസ് കൊണ്ടുവന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആംബുലൻസ് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ഓർത്തു. ട്രാൻസ്പോർട്ട് മന്ത്രി എന്നറിയാം. ഈ ആംബുലൻസ് എത്ര രൂപ വാങ്ങിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? ആംബുലൻസ് 1 കിലോമീറ്റർ ഓടുന്ന എത്ര രൂപയാണെന്ന് ആർക്കെങ്കിലും കണക്കുണ്ട്? ഞാൻ കോവിഡ് ബാധിച്ച് കൊട്ടാരക്കര ആശുപത്രി കിടക്കുമ്പോൾ അവിടുന്ന് എന്നെ തിരുവനന്തപുരത്ത് കിംസിൽ എത്തിച്ചതിന് 18,500 രൂപയാണ് വാങ്ങിച്ചത്. 70 കിലോമീറ്റർ പോകാൻ.
അപ്പൊ അതെനിക്കൊരു പാഠമായതുകൊണ്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആംബുലൻസ് ഉടമകൾ എന്നോട് സംസാരിച്ചു. അവരെന്നോട് ഒരു കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. 1 മാസത്തിനുള്ളിൽ കേരളത്തിലെ മുഴുവൻ ആംബുലൻസുകളുടെയും ടാരിഫ് നിശ്ചയിച്ച് പബ്ലിഷ് ചെയ്യും. ജനങ്ങൾ അറിയണം. പഞ്ചായത്ത് മെമ്പർമാർക്കൊക്കെയാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. കാരണം വെച്ചാൽ ആരെങ്കിലും ഒരാൾക്ക് അസുഖം വന്നാൽ മരണം സംഭവിച്ചു മെഡിക്കൽ കോളേജിൽ നിങ്ങൾ കയ്യിരിക്കുന്ന മഴ പോലും പണയം വെച്ച് കൊണ്ടുകൊണ്ടൊരു സ്ഥിതിയാണ്. അത് മാറുകയാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള മാരുതി ഓമിനി വാനാണെങ്കിൽ അതിനൊരു റേറ്റ്, പിന്നെ ഈ ഓക്സിജൻ സൗകര്യങ്ങളൊക്കെ ഉള്ള വണ്ടിക്ക് വേറെ റേറ്റ്, വെന്റിലേറ്റർ ഉള്ള വണ്ടിക്ക് വേറെ റേറ്റ്, അങ്ങനെ റേറ്റുകൾ സർക്കാർ ഉടൻ നിശ്ചയിക്കുകയും അത് പബ്ലിഷ് ചെയ്യുകയും അതനുസരിച്ച് മാത്രമേ. ഇപ്പൊ ടാക്സിക്ക് ഒരു താരിഫുണ്ട്, ഓട്ടോറിക്ഷയ്ക്ക് ഒരു താരിഫുണ്ട്, ഇപ്പൊ മിനിമം ചാർജ് ഇത്ര. അപ്പൊ അങ്ങനൊരു താരിഫ് ആംബുലൻസിന് നിശ്ചയിച്ചിട്ടില്ല. അത് ഉടൻ തന്നെ ഗതാഗത വകുപ്പ് നിശ്ചയിച്ച് അതിന്റെ ഉത്തരവ് പുറത്തിറങ്ങും. കാരണം ജനങ്ങൾക്ക് സുതാര്യമാണ്. പ്രത്യേകിച്ച് ഈ അസുഖം എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം. ആ അത്യാവശ്യം വണ്ടി വിളിക്കുമ്പോൾ ചോദിക്കുന്ന വില ആ പരിപാടി അവസാനിച്ചു. പിന്നെ ഈ ആംബുലൻസിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചു പോകുന്ന വണ്ടികളുണ്ട്, അനാവശ്യമായി. ഇപ്പൊ ഒരു മൃതദേഹവുമായി പോവുകയാണ്. സത്യം പറഞ്ഞാൽ ആംബുലൻസിൽ സൈറൺ അടിച്ചു പോകുന്നത് ആ മൃതദേഹത്തിലുള്ള അനാദരമാണ്. അമിതമായ വേഗത്തിൽ മരണം സംഭവിച്ച ആളുടെ മൃതദേഹവുമായി സൈറനൊക്കെ അടിച്ചിട്ട് അതിവേഗത്തിൽ പോകുന്നത് ആ മൃതദേഹത്തോടും മരിച്ച ആളോടുള്ള അനാദരവായി കാണുകയാണ്. വളരെ നമ്മൾ കണ്ടപ്പോ 7 വലിയ ആള് പ്രധാനമന്ത്രി പ്രസിഡന്റ് ഒക്കെ മരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടു വളരെ സ്ലോ ആയിട്ടാണ്. ആ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ ആദരവോടുകൂടിയുള്ള ഒരു മൂവ്മെന്റാണ്. അപ്പൊ ആ ഒരു ആദരവ് ഇവർ കാണിക്കണം. ആ സമയത്ത് അമിത വേഗത്തിൽ പോവുക. പിന്നെ ആംബുലൻസുകൾ മറ്റു പല സാധനം, കുഴൽപ്പണം, കഞ്ചാവ് ഇതൊക്കെ കടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് പോലീസിനും മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും അറിയാം. അത്തരം കാര്യങ്ങളിൽ കർശനമായ പരിശോധന കൊണ്ടുവരാൻ പോവുകയാണ്. എല്ലാ ആംബുലൻസിലും GPS സംവിധാനം ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. അതിലൂടെ ഈ ആംബുലൻസ് എവിടെ പോയി, അവിടെ ചെന്ന് രോഗിയെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ തടയത്തില്ല, പക്ഷെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ പരിശോധിക്കാൻ ആളുകളാണ്. അതുകൊണ്ട് ഈ വക പരിപാടിയൊക്കെ ആംബുലൻസിൽ അവസാനിപ്പിക്കുക. ആംബുലൻസ് എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യാത്ത എല്ലാ വണ്ടികളും തിരുവനന്തപുരം ജില്ലയിൽ 400 വണ്ടികൾ പിടിച്ചെടുക്കും. ആദ്യഘട്ടം ഒറ്റ ആഴ്ചയുണ്ട്. എല്ലാ ജില്ലയിലും പരിശോധിക്കും. ആംബുലൻസിന്റെ പേരിൽ സ്റ്റിക്കർ ഒട്ടിച്ച് അതിവേഗത്തിൽ പായുകയും. ഞാൻ തിരുവനന്തപുരത്ത് ഒരു 5 വർഷം ഒരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ അടുത്തൂടെ ഒരു വണ്ടി സൈറനടിച്ചു, ഒരു 108 ആംബുലൻസ് ഭയങ്കര സൈറനടിച്ചു പോയി. ഞാൻ ചെയ്യോ ദൈവമേ ആരാ കൊണ്ടുപോകുന്നത്, അവർക്കൊരു ആപത്തും വരുത്തല്ലേ. ഒരു ദിവസം വൈകിട്ട് നോക്കിയപ്പോൾ 8-8:30 ആകുമ്പോൾ അപ്പൊ വീണ്ടും സൈറനടിച്ചുകൊണ്ട് പോകും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ 8-8:30 മണിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇത് പോവുകയാണ്. സംഗതി ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു ആംബുലൻസ് ഡ്രൈവർ അപ്പുറത്ത് വട്ടിയൂർക്കാവിൽ അപ്പുറത്ത് താമസിക്കുന്നുണ്ട്. അയാൾ വീട്ടിൽ പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനെയൊക്കെ വീട്ടിൽ പോയാൽ വണ്ടി പിടിച്ചുകൊണ്ടങ്ങ് പോകും. അങ്ങനെ ആളുകളെ കബളിപ്പിക്കാൻ പാടില്ല. റോഡില് ഇന്നലെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു മരണം സംഭവിച്ചൊരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് അയാള് ഒരു ബന്ധു വരാനുണ്ടെങ്കിൽ എത്തിയില്ല. അപ്പൊ അമ്മ നമ്മുടെ നെടുമ്പാശ്ശേരി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞു ഇനി അവനെ ആംബുലൻസ് പിടിച്ചെങ്കിൽ പോരെ. ഞാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇറങ്ങിയാൽ വീട്ടിൽ പോകാൻ വേണ്ടി ഒരു ആംബുലൻസ് പിടിച്ചെങ്കിൽ പോരാ. അപ്പൊ അങ്ങനെ റേഡിയുണ്ടല്ലോ വേഗത്തിൽ പോകാൻ ആംബുലൻസ്. ഞങ്ങളുടെ അവിടെ ഒരാള് ആംബുലൻസ് വാങ്ങിച്ചു പത്തനാപുരത്ത് ഇളമ്പലം. വേറെ നല്ല പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂർ ആശുപത്രി ചികിത്സിക്കുന്നു. അപ്പൊ കേരളത്തിലെ റോഡിൽ കൂടെ പതുക്കെ പോകാൻ ഭയങ്കര പാട്. ഇദ്ദേഹം ഒരു ബാങ്ക് പ്രസിഡന്റ്. അപ്പൊ ബാങ്കിന്റെ കാശ് എടുത്തില്ല ആംബുലൻസ്. ഞാൻ കുറ്റം പറയത്തില്ല. ആംബുലൻസും വാങ്ങിച്ചു, ഒരു മൃതദേഹം വയ്ക്കുന്ന പെട്ടിയും വാങ്ങിച്ചു. പെട്ടി ആൾക്കാർക്ക് ഉപകാരപ്പെടും. ആംബുലൻസ് ഇങ്ങനെ യാത്ര പോകാൻ വേണ്ടിയിട്ട് ഈ ബാങ്കിന്റെ പ്രസിഡന്റ് പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി കോയമ്പത്തൂർ പോകണം സ്ഥിരമായിട്ട്. അപ്പൊ നല്ല ഷുഗറിന് അസുഖമുണ്ട്. ആംബുലൻസ് കിടക്കുക, ആഴ്ച വിട്ട് സാറിനിട്ട് വേഗം എത്തും. നമ്മൾ ഇവിടുന്ന് കോയമ്പത്തൂർ ഉണ്ടെങ്കിൽ രാവിലെ തിരിച്ചാൽ വൈകിട്ടാവും. പുള്ളി ഉച്ചയ്ക്കും വന്ന് ചെല്ലും. അപ്പൊ അങ്ങനെ സ്വകാര്യ ആവശ്യങ്ങൾക്കും ആംബുലൻസ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഞാനിവിടെ ഒരു ലാബിനെ കുറിച്ചും ആംബുലൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടൊരു തമാശ പറഞ്ഞതേ ഉള്ളൂ. അത് സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. തമാശയായിട്ട് എടുക്കേണ്ട. അത്തരം കാര്യങ്ങളിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന പരിപാടികൾ ഇനി പറ്റത്തില്ല. കൃത്യമായി ആംബുലൻസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. കാരണം ആംബുലൻസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ച ഒരു ഇൻഷുറൻസ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ നിയമം കൃത്യമായി പാലിക്കുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതോടൊപ്പം തന്നെ ഇവർക്ക് ഒരു ഭക്ഷ്യ കിറ്റ് നൽകുന്ന ഒരു പദ്ധതി കൂടിയുണ്ട്. എല്ലാ ഉദ്ഘാടനത്തിനും 100ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റ് നൽകുന്ന 50 കുടുംബങ്ങൾ കിടപ്പ് രോഗികളും അവർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കും. കുറച്ചുപേർ ഇവിടെ വന്ന് വാങ്ങും. ഇത്തരം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും ഓരോ ശാഖകൾ പുതുതായി തുടങ്ങി മനുഷ്യന് ഉപകാരപ്രദമായി പ്രവർത്തിക്കാനും കൃത്യതയോടെ ഏത് രോഗവും നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ചു മാറ്റാവുന്നതാണ്. നമ്മൾ ആവശ്യമായ 40 വയസ്സ് കഴിഞ്ഞാൽ ആവശ്യമായ പരിശോധന എല്ലാവർക്കും അനിവാര്യമാണ്. ഞാൻ എപ്പോഴും പറയും 40 വയസ്സ് കഴിയുന്ന എല്ലാ സ്ത്രീകളെയും പുരുഷന്മാരെയും ഘട്ടം ഘട്ടമായി ക്യാൻസർ രോഗ പരിശോധനയിൽ ഏർപ്പെടുത്തും. അങ്ങനെ താലൂക്ക് ആശുപത്രികളിൽ
ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചതാണ് താലൂക്ക് ആശുപത്രികളിൽ ശനി ഞായർ ദിവസങ്ങളിൽ അവധി ദിവസം വേണം. അങ്ങനെ സർക്കാർ ജീവനക്കാർക്കും വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ പല കടകളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്, അവർക്ക് ഞായറാഴ്ചയിലും പറ്റും. അപ്പം നേരത്തെ തന്നെ മുൻകൂട്ടി എല്ലാവരുടെ ക്യൂവിൽ ഇടിക്കാനല്ല, ശനി ഞായർ ദിവസങ്ങളിൽ ക്യാൻസർ പരിശോധന വേണം. ആ പരിശോധനയിൽ പങ്കെടുക്കാൻ നേരത്തെ ഒരു ആപ്പ് വഴി നമുക്ക് ബുക്ക് ചെയ്ത് നമുക്ക് സമയം വാങ്ങിയിട്ട് പോകാൻ കഴിയും. മനുഷ്യന് സമയത്തിന് വിലയുണ്ട്. അവിടെ പോയി കാത്തുകൂത്തി കിടക്കാനും തള്ളാനും ഇടിക്കാനും പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു റൗണ്ട് ക്യാൻസർ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ ഈ ക്യാൻസർ രോഗത്തെ തുടക്കത്തിലെ കണ്ടെത്തിയാൽ ചികിത്സിക്കാൻ കഴിയും. അപ്പൊ അത്തരം പരിശോധന, എല്ലാ പരിശോധനകളും നമ്മുടെ ഡയബറ്റിക് അടക്കമുള്ള രോഗങ്ങൾക്ക് ആവശ്യമായ പരിശോധനകൾ കൃത്യമായി നടത്തണം. 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ഒരു 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ ഒരു ചെക്കപ്പ് നടത്തുന്നത് വളരെ നന്നായിരിക്കും. നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കെല്ലാം ഒട്ടും സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആർക്കും രോഗം വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗം അതിനു മുമ്പേ കണ്ടെത്തി അത് മാറ്റാൻ ലാഭത്തിന് അവസരമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒട്ടും ലാബിന്റെ 34ാമത് ശാഖ പഴകുളത്ത് വളരെ സ്നേഹത്തോടെ ഒരുപാട് പ്രാർത്ഥനകളോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.